ക്ലാസ് സി എന്ന് പറയുന്ന ആനയോൺ ക്ലാസ്സിൽ പ്രസിപ്പിറ്റേഷൻ വഴി ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആനയോൺസ് ആണ് ഉള്ളത്. ഓക്കെ, അതിൽ നമ്മൾ മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സൾഫേറ്റ്സും ഫോസ്ഫേറ്റ്സും ആണ്. ഓക്കെ, സൾഫേറ്റ്സിൻ്റെ ടെസ്റ്റ് എന്താണ്? ഏറ്റവും കോമൺ ആയിട്ടുള്ള സൾഫേറ്റിൻ്റെ ടെസ്റ്റ് ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ വെച്ചിട്ടാണ്. സൾഫേറ്റിൻ്റെ സൊല്യൂഷൻ എടുക്കുക, അതൊന്ന് ആസിഡിഫൈ ചെയ്യുക, എന്നിട്ട് അതിനകത്തോട്ട് ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യുക. അപ്പോൾ യു വിൽ ഗെറ്റ് എ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഓഫ് ബേരിയം സൾഫേറ്റ്. ഓക്കെ, അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ആദ്യം ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒന്ന് ആസിഡിഫൈ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ്? ദിസ് ഈസ് ബിക്കോസ് ഈ ബേരിയം ക്ലോറൈഡ് വെച്ചുള്ള പ്രസിപ്പിറ്റേറ്റ് തരുന്നത് കാർബണേറ്റ്സ് തരും, സൾഫേറ്റ്സ് തരും, ഫോസ്ഫേറ്റ്സും ബേരിയം ക്ലോറൈഡ് വെച്ചിട്ടുള്ള പ്രസിപ്പിറ്റേറ്റ് തരും. പക്ഷേ ഈ പ്രസിപ്പിറ്റേറ്റുകളെല്ലാം തന്നെ ഡൈല്യൂട്ട് HCl സോലിബിൾ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് പിന്നെ ആദ്യമേ തന്നെ ആസിഡിഫൈ ചെയ്തിട്ട് ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യുന്നത്. ബിക്കോസ് ബേരിയം സൾഫേറ്റ് ഈസ് ഇൻസോലിബിൾ ഇൻ ഡൈല്യൂട്ട് HCl. ബാക്കിയുള്ള കാർബണേറ്റും സൾഫൈറ്റ്സും ഫോസ്ഫൈറ്റ്സും എല്ലാം തന്നെ സോലിബിൾ ആണ്, അത് ഡിസോൾവ് ചെയ്തു പോകും. ബേരിയം സൾഫേറ്റ് മാത്രം, സൾഫേറ്റ് ബേരിയം സൾഫേറ്റ് ഫോം ചെയ്യുന്നത് മാത്രം ഇൻസോലിബിൾ ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് കിടക്കും. അതാണ് ടെസ്റ്റ് ഫോർ സൾഫേറ്റ് യൂസിങ് ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ. അപ്പോൾ അത് ശ്രദ്ധിക്കണം, ആസിഡിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താ ഞാനിവിടെ ഒരു ബ്ലാക്ക് ഇതൊക്കെ കാണുന്നതെന്ന് വിചാരിക്കുന്നതാണ്. ഇത് നിങ്ങളുടെ സിലബസിൽ പറഞ്ഞ ടെക്സ്റ്റ് ബുക്ക് ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഏതായിരുന്നു? വോഗൽസ് ക്വാളിറ്റേറ്റീവ് ഇനോർഗാനിക് അനാലിസിസ്. ആ ടെക്സ്റ്റിൽ നിന്നാണ് ഞാൻ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതാണ് ഇതിനകത്ത് വെക്കുന്നത്. അപ്പോൾ ചിലതൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ സി ബാക്ക് സെക്ഷൻ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ള അതൊക്കെയാണ് ഞാൻ വെട്ടിക്കളഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഫുൾ സ്ക്രീൻ മോഡിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പം എന്നാലല്ലേ നിങ്ങൾക്ക് നോട്ട്സ് എഴുതാനായിട്ട് എളുപ്പമുണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് റിയാക്ഷൻ ഓഫ് സൾഫേറ്റ് റിയാക്ഷൻ വിത്ത് ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ. അപ്പം നെക്സ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് റിയാക്ഷൻ വിത്ത് ലെഡ് അസറ്റേറ്റ് സൊല്യൂഷനാണ്. ഓക്കെ, അപ്പോൾ സൾഫേറ്റിൻ്റെ സോൾട്ട് ലെഡ് അസറ്റേറ്റ് സൊല്യൂഷനായിട്ട് ട്രീറ്റ് ചെയ്യുമ്പം ലെഡ് സൾഫേറ്റ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ലെഡ് സൾഫേറ്റ് ഇൻസോലിബിൾ ആണ്, പക്ഷേ ഇറ്റ് ഈസ് സോലിബിൾ ഇൻ ഹോട്ട് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആൻഡ് ഇൻ സൊല്യൂഷൻസ് ഓഫ് അമോണിയം അസറ്റേറ്റ് ആൻഡ് അമോണിയം ടാട്രേറ്റ് ആൻഡ് ഓൾസോ ഇൻ സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ. അപ്പോൾ അത് നമുക്ക് വേറെ പ്രശ്നമില്ല. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം തന്നെ ഈ ടെസ്റ്റ് തരുന്നതാണ്. ഓൾമോസ്റ്റ് കാർബണേറ്റ്സും എല്ലാം തന്നെ ഈ ലെഡ് അസറ്റേറ്റ് സൊല്യൂഷൻ വെച്ചുള്ള ടെസ്റ്റ് തരുന്നതാണ്. നമ്മൾ ഫസ്റ്റ് ടെസ്റ്റ് വെച്ച് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ ലെഡ് അസറ്റേറ്റ് ടെസ്റ്റ് ചെയ്യാറുള്ളൂ. ഇനി സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ വെച്ചുള്ള ടെസ്റ്റ് ഉണ്ട്. അതും വൈറ്റ് ക്രിസ്റ്റലൈൻ പ്രസിപ്പിറ്റേറ്റ് തരും. സിൽവർ സൾഫേറ്റിൻ്റെ വൈറ്റ് ക്രിസ്റ്റലൈൻ പ്രസിപ്പിറ്റേറ്റ് തരുന്നതാണ്. അപ്പോൾ ഇതെല്ലാം പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻസ് ആണ്. ഇത് നമ്മൾ നേരത്തെ കണ്ടില്ലേ, കാർബണേറ്റ് ഗ്യാസ് വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യുന്ന അയോൺസ് പോലും ഈ ടെസ്റ്റുകളെല്ലാം തരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റ് ബേരിയം ക്ലോറൈഡ് വെച്ചിട്ടുള്ളതാണ്. ബാക്കിയുള്ളതെല്ലാം സപ്പോർട്ടിംഗ് ടെസ്റ്റുകൾ മാത്രമാണ്. അപ്പം നമുക്ക് അടുത്ത കാറ്റഗറിയിലോട്ട് വരാം, ഫോസ്ഫേറ്റ് PO4 2-. അപ്പോൾ ഇത് തന്നെ പലതരമുണ്ട്. ഓർത്തോഫോസ്ഫേറ്റ്, പൈറോഫോസ്ഫേറ്റ്, അങ്ങനെ പലതരം ഫോസ്ഫേറ്റുകളുണ്ട്. പക്ഷെ നമ്മൾ ജനറൽ ഫോസ്ഫേറ്റിൻ്റെ ടെസ്റ്റുകളാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ വെച്ചുള്ള ടെസ്റ്റാണ്. ഇതൊക്കെ ബാക്കി അയോൺസും തരുന്ന ടെസ്റ്റാണ്. അപ്പം ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത് വേറെയാണ്. അത് നമുക്ക് അടുത്ത സ്ലൈഡിൽ കാണാം. ഇപ്പം ഈ ടെസ്റ്റുകളുടെയൊക്കെ റിസൾട്ട് എന്താണെന്ന് ആദ്യം നോക്കാം. സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ വെച്ച് ട്രീറ്റ് ചെയ്യുമ്പം യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകും. ഓർത്തോഫോസ്ഫേറ്റ് ആണ് ഇത് തരുന്നത്. സിൽവർ ഓർത്തോഫോസ്ഫേറ്റ് ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള കേസിലൊക്കെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആയിരുന്നു. ഫോസ്ഫേറ്റിൻ്റെ കേസിൽ മാത്രം യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകും. ആൻഡ് ഇറ്റ് ഇസ് സോലിബിൾ ഇൻ ഡൈല്യൂട്ട് അമോണിയ സൊല്യൂഷൻ ആൻഡ് ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ്. അപ്പോൾ സോലിബിൾ ആകുന്നത് ഈസ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് സോലിബിൾ കോംപ്ലക്സസ്. രണ്ടാമത്തേത് ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ വെച്ചുള്ള റിയാക്ഷനാണ്. ബേരിയം ക്ലോറൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പം വൈറ്റ് അമോർഫസ് പ്രസിപ്പിറ്റേറ്റ് ഓഫ് ബേരിയം ഫോസ്ഫേറ്റ് ഫോം ചെയ്യും.
ഓക്കെ, ബേരിയം ഫോസ്ഫേറ്റിൻ്റെ ഫോർമുല BaHPO4 എന്നാണ്. ബേരിയം ക്ലോറൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. അത് ന്യൂട്രൽ സൊല്യൂഷൻസിലാണ് നമ്മൾ റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ബിക്കോസ് ആസിഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സോലിബിൾ ആവും. അപ്പോൾ ഇത് രണ്ടും ഒരു സാധാരണ പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ ടെസ്റ്റുകളാണ്. പിന്നെ ഇത് ഫോസ്ഫേറ്റ് മാത്രം തരുന്ന ടെസ്റ്റ് ഏതാണ്? ആദ്യത്തത് റിയാക്ഷൻ വിത്ത് മെഗ്നീഷ്യ മിക്സ്ചർ. To the phosphate solution, when magnesia mixture is added, white precipitate is obtained which turns yellow on adding acetic acid and silver nitrate. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോസ്ഫേറ്റ് മാത്രം തരുന്ന ഒരു ടെസ്റ്റ്. മെഗ്നീഷ്യ മിക്സ്ചർ വെച്ച് ട്രീറ്റ് ചെയ്യുക. വാട്ട് ഈസ് മെഗ്നീഷ്യ മിക്സ്ചർ? മെഗ്നീഷ്യ മിക്സ്ചർ ഈസ് പ്രിപ്പയർഡ് ബൈ മിക്സിംഗ് 1 ml of 5% magnesium nitrate solution, 0.5 ml of ammonium chloride solution and 0.5 ml of ammonia solution. അപ്പോൾ ബേസിക് മെഗ്നീഷ്യം നൈട്രേറ്റ് സൊല്യൂഷൻ ആണ്. ബേസിക് എന്ന് പറഞ്ഞാൽ ആൽക്കലി എന്ന് പറഞ്ഞാൽ ഇനോർഗാനിക് സംഭവമാണ്. ഇത് ബേസിക് എന്ന് പറയുമ്പം ഓർഗാനിക് ആവാം. അപ്പം അതുകൊണ്ട് ഈ അമോണിയ സൊല്യൂഷൻ ആഡ് ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആൽക്കലൈൻ എന്ന് പറയാതെ ബേസിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മെഗ്നീഷ്യ മിക്സ്ചർ ബേസിക് മെഗ്നീഷ്യം നൈട്രേറ്റ്. ബേസിക് എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ എന്നുള്ള അർത്ഥത്തിലല്ല, ആസിഡ് ബേസ് എന്നുള്ള ബേസിക് മെഗ്നീഷ്യം നൈട്രേറ്റ് സൊല്യൂഷൻ. ഇപ്പോൾ ഫോസ്ഫേറ്റ് സൊല്യൂഷനിലേക്ക് മെഗ്നീഷ്യം മിക്സ്ചർ ആഡ് ചെയ്യുമ്പം ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് വരും. അതിലോട്ട് അസറ്റിക് ആസിഡ് ആഡ് ചെയ്ത് സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്യുമ്പോൾ ഒരു യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആയി മാറും. സിൽവർ ഫോസ്ഫേറ്റ് ആണ് ഫോം ചെയ്യുന്നത്. ഇപ്പോൾ റിയാക്ഷൻസ് ഇവിടെ കാണിച്ചിരിക്കുന്നതാണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഇത് റിയാക്ഷൻ വിത്ത് അമോണിയം മോളിബ്ഡേറ്റ്. ഇതാണ് നമ്മൾ സാധാരണ ഫോസ്ഫേറ്റിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നത്. റിയാക്ഷൻ വിത്ത് അമോണിയം മോളിബ്ഡേറ്റ്. Phosphate is heated with concentrated nitric acid on a water bath. 1 drop of the resulting clear solution is added to ammonium molybdate solution and shaken well to produce yellow precipitate. അപ്പോൾ ഫോസ്ഫേറ്റിനെ നൈട്രിക് ആസിഡ് വെച്ച് ഹീറ്റ് ചെയ്യുക. എന്നിട്ട് ഫോസ്ഫേറ്റ് നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഒരു യെല്ലോ കളർ സൊല്യൂഷനാണ് ഉണ്ടാകുന്നത്. അത് കുറച്ച് നേരം ഹീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അതൊരു ക്ലിയർ സൊല്യൂഷനായിട്ട് മാറും. അങ്ങനെ ക്ലിയർ സൊല്യൂഷൻ ആയതിന് ശേഷം നമ്മൾ അമോണിയം മോളിബ്ഡേറ്റ് സൊല്യൂഷനിലേക്ക് ഒരു ഡ്രോപ്പ് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്ത് കഴിയുമ്പോൾ വി ഗെറ്റ് എ യെല്ലോ പ്രസിപ്പിറ്റേറ്റ്. നല്ല ഭംഗിയുള്ള കട്ടിയിൽ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. അപ്പോൾ ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഫോർമേഷൻ ഓഫ് അമോണിയം ഫോസ്ഫോ മോളിബ്ഡേറ്റ്. അമോണിയം ഫോസ്ഫോ മോളിബ്ഡേറ്റ് എന്ന് സിമ്പിളായിട്ട് പറയുന്നെങ്കിലും ഇത് സാധാരണ ഒരു കോമ്പൗണ്ട് അല്ല. ഇതിനെ ഹെട്രോപോളി ആസിഡ്സ് എന്നാണ് പറയുക. ഇതൊരു ആസിഡാണ് ശരിക്കും ഉണ്ടാകുന്നത്. ഭയങ്കര എന്താ പറയുക, വണ്ടർഫുൾ സ്ട്രക്ചേഴ്സ് ആയിട്ടാണ് ഈ അമോണിയം ഫോസ്ഫോ മോളിബ്ഡേറ്റ്സ് കാണുന്നത്. മോളിബ്ഡേറ്റ് ആണിത്. ഇതൊരു ഹെട്രോപോളി ആസിഡ്. അത് നിങ്ങൾക്ക് ഇപ്പം പഠിക്കാനില്ല, ഒരുപക്ഷെ പിന്നീട് പഠിക്കാനുണ്ടാകും. കാര്യം അത് പലതിനും മിനറൽ സ്ട്രക്ചേഴ്സ് പഠിക്കുമ്പോൾ ഇങ്ങനത്തെ സ്ട്രക്ചേഴ്സ്, ഹെട്രോപോളി ആസിഡ് സ്ട്രക്ചേഴ്സ് പഠിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ അമോണിയം മോളിബ്ഡേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അമോണിയം ഫോസ്ഫോ മോളിബ്ഡേറ്റ് എന്ന് നിങ്ങൾക്ക് ഇപ്പം പറയാം. പക്ഷേ ആക്ച്വലി അത് അമോണിയം ഫോസ്ഫോ മോളിബ്ഡേറ്റ് എന്നുള്ളൊരു സിമ്പിൾ സ്ട്രക്ചർ അല്ല. അത് ഇച്ചിരി ഒരു കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചറാണ്. അതുകൊണ്ടാണ് ആ ഫോർമുല എഴുതിയിരിക്കുന്നത് കണ്ടോ, NH4 thrice PMO3O10 എന്നൊക്കെയാണ് അതിൻ്റെ സ്ട്രക്ചർ. അപ്പം സാധാരണ ഫോസ്ഫോ മോളിബ്ഡേറ്റ് ഒന്നുമല്ല, അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചറാണ് ഉണ്ടാകും. അപ്പോൾ ദീസ് ആർ ദ റിയാക്ഷൻസ് ഓഫ് ആനയോൺസ് ബിലോങ്ങിങ് ടു ക്ലാസ് സി. അതിൽ നമുക്ക് ഫോസ്ഫേറ്റും സൾഫേറ്റും ആണ്. സൾഫേറ്റിൻ്റെ മെയിൻ റിയാക്ഷൻ ബേരിയം ക്ലോറൈഡ് വെച്ചിട്ടുള്ളതും, ഫോസ്ഫേറ്റിൻ്റെ മെയിൻ റിയാക്ഷൻ മെഗ്നീഷ്യം മിക്സ്ചർ വെച്ചിട്ടും അമോണിയം മോളിബ്ഡേറ്റ് വെച്ചും ഉള്ളത്. പിന്നെ നിങ്ങൾ ഇത് നോട്ട് ചെയ്ത് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാ ക്ലാസ് എ ബി സിയും ലെഡ് അസിറ്റേറ്റ് വെച്ചുള്ളതും ബേരിയം ക്ലോറൈഡ് വെച്ചിട്ടുള്ളതും സിൽവർ നൈട്രേറ്റ് വെച്ചുള്ളതും ഒക്കെ ആയ ടെസ്റ്റുകൾ തരും. പക്ഷേ ഓരോന്നിൻ്റെയും ഒബ്സർവേഷൻ ഡിഫറെൻ്റ് ആണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, പിന്നെ ഇത് കൂടാതെ ഇനി സ്പോട്ട് ടെസ്റ്റുകളുണ്ട്. അത് നിങ്ങൾക്ക് പഠിക്കണോ എന്നുള്ളത്
ക്ലിയർ അല്ല. സ്പോട്ട് ടെസ്റ്റ് കുറച്ചുകൂടെ കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട അഡ്വാൻസ്ഡ് ടെസ്റ്റുകളാണ്. അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്നില്ല. നിങ്ങൾ ജിയോളജിക്കാർ അതെന്തായാലും ചെയ്യാൻ പോകുന്നില്ല. ഐഡൻറ്റിഫിക്കേഷനും കൺഫർമേഷനും മാത്രമേ നിങ്ങൾ ചെയ്യുള്ളൂ. സ്പോട്ട് ടെസ്റ്റുകൾ ചെയ്യത്തില്ലായിരിക്കും. അതുകൊണ്ട് ഞാനത് ക്ലാസ് എടുക്കുന്നില്ല. ആൻഡ് ഇഫ് യു നീഡ്, ഞാൻ ഈ ചാപ്റ്ററിൻ്റെ നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ടെക്സ്റ്റിൻ്റെ PDF ഈ ചാപ്റ്ററിൻ്റെത് മാത്രമായിട്ട് ഞാൻ എടുത്ത് ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തേക്കാം. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് അത് കൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതോടെ നമ്മൾ ഈ മോഡ്യൂളിലെ ഇനി നമുക്ക് ഒരൊറ്റ ഭാഗം കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. ഓക്സൈഡ്സ് ആണ്. നമ്മൾ ഈ പറഞ്ഞത് ആനയോൺസിൽ ക്ലാസ് A, B, Cയിലൊന്നും തന്നെ ഓക്സൈഡ് വന്നില്ല. പക്ഷെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു ഓക്സൈഡ് ജിയോളജിക്കാരുടെ മിനറൽ ക്ലാസിഫിക്കേഷനിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ക്ലാസിഫിക്കേഷനാണ്. അപ്പം നമുക്ക് അതിൻ്റെ കെമിസ്ട്രിയിൽ ആനയോൺസ് പഠിക്കുമ്പോൾ നമ്മൾ ഓക്സൈഡ്സിൻ്റെ ടെസ്റ്റുകൾ ചെയ്യുന്നില്ല. അപ്പം നമുക്ക് അതിൻ്റെ കുറച്ച് കെമിസ്ട്രിയും കൂടെ പഠിക്കാനുണ്ട്. ഓക്സൈഡ്സ്, മിനറൽ ഓക്സൈഡ്സ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.